ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിനെ എന്നിലേക്ക് സ്വാഗതം. രുദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്ബി ഷെട്ടി, അപർണ ബാലമുരളി അഭിനയിക്കുന്ന പടത്തിന്റെ സെൻസറിങ് കഴിഞ്ഞിട്ട് യുബാറിയ സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത് അറിയിച്ചു. പിന്നെ ഫഹദ് ഫാസിലിന്റെ ഹിന്ദിയിലൊരു പടം വരാൻ പോകാണെന്നുള്ളതാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ ആളുടെ ആദ്യത്തെ ഹിന്ദി ഫിലിം, അതിൽ ഹീറോയിനായിട്ട് തൃപ്തി ഡിംബ്രി ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതേമാതിരി 2025 ജൂണിന്റെ ഉള്ളിലായിട്ട് അതിന്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നുള്ളതൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും ഇംതിയാസ് അലി എന്ന് പറഞ്ഞ ആളായിരിക്കും ഡയറക്ഷൻ ചെയ്യാന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ ബേബി ജോൺ എന്ന് പറഞ്ഞ പടത്തിലത്തെ പിക്കിലി പോം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടിന്റെ പ്രൊമോ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിക്കിലി പോം എന്ന് വെച്ചാൽ തെരി എന്ന് പറഞ്ഞ പടത്തിലത്തെ ഇനാമീന ടീക്ക എന്ന് പറഞ്ഞിട്ടുള്ള സോങ് ആണ്. അപ്പോൾ അതിന്റെ ഫുൾ സോങ് എന്തായാലും നാളെ വരും. പിന്നെ റാപ്പോ 22 റാംപത്തിരണ്ട് 22ാമത്തെ അടുത്തിലത്തെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് തോന്നുന്നുണ്ട്. അത് ഡിസംബർ 6 രാവിലെ 10:08 പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചു. പിന്നെ വണങ്ക എന്ന് പറഞ്ഞിട്ടുള്ള അരുൺ വിജയ് അഭിനയിക്കുന്ന പടത്തിന്റെ റിലീസ് 2025 ജനുവരി 10 എന്നുള്ള അറിയിച്ചു. പിന്നെ മുറ എന്ന് പറഞ്ഞ പടം 36 സെന്റിമീറ്ററിൽ ഓടിൻ്റെ ഒരു പോസ്റ്റർ വന്നു. പിന്നെ മട്ക എന്ന് പറഞ്ഞ പടം ആമസോൺ പ്രൈമിലോടൊപ്പം സ്ട്രീമിംഗ് ആയിട്ടുണ്ട്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, മലയാളം എന്ന് പറഞ്ഞ 5 ഭാഷകളിലാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. പിന്നെ സ്വീറ്റ് ഹാർട്ട് എന്ന് പറഞ്ഞ പടത്തിന്റെ തമിഴ്നാട്ടിലുള്ള, പോണ്ടിച്ചേരിയിലുള്ള, കേരളത്തിലുള്ള, കർണാടകയിലുള്ള ഇതിൻ്റെ ഒക്കെ തിയേറ്ററിക്കൽ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് കെ സെന്തിൽ റിലീസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണെന്നുള്ള അറിയിച്ചു. പിന്നെ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ ദുൽഖർ സൽമാന്റെ പടത്തിന്റെ കേരളത്തിലത്തെ ഫൈനൽ കളക്ഷൻ 21.55 കോടിയാണെന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ അമരൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആയിട്ടുണ്ട്. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി എന്ന് പറഞ്ഞ 5 ഭാഷകളിൽ തന്നെയാണ് ഈ പടം പുറത്തിറങ്ങിയിട്ടുള്ളത്. പിന്നെ ജാട്ട് എന്ന് പറഞ്ഞ പടത്തിന്റെ ടീസർ പുഷ്പ 2 കൂടെ ഉണ്ടാവും എന്നുള്ള പറഞ്ഞിരുന്നു. പുഷ്പ 2 ഞാൻ കണ്ടപ്പോൾ അതിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. അത് ചിലപ്പോൾ ഏർലി മോർണിംഗ് ഷോ ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കേരളത്തിലായതുകൊണ്ടായിരിക്കാം, എന്താണെന്നുള്ള അറിയില്ല. പിന്നെ കേരളത്തിലത്തെ പുഷ്പയുടെ പ്രീസെയിൽസ് മാത്രം 3 കോടി എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ലിയോയുടെ റെക്കോർഡ് പൊട്ടിക്കാനൊക്കെ ആയിരുന്നു ഇവരുടെ പ്ലാൻ. അത് നടക്കും തോന്നുന്നില്ല, നെഗറ്റീവ് റിവ്യൂസിന്റെ കാരണം. എൻ്റെ അഭിപ്രായം എന്തായാലും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിലറിയാവുന്നതാണ്. എനിക്കൊരു ആവറേജ് ഫിലിമായിട്ടാണ് തോന്നിയത്. എന്തായാലും എൻ്റെ റിവ്യൂ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കുക, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ളത് കേരളത്തിലത്തെ തിയേറ്റർ ലിസ്റ്റാണ് പടത്തിൻ്റെ. പിന്നെ ബുക്ക് മൈ ഷോയിൽ നിന്ന് മാത്രം 3 മില്യൺ പ്ലസ് ടിക്കറ്റ് വിറ്റ് പോയിട്ടുണ്ട് പ്രീ സെയിൽസിലൂടെ. പിന്നെ നോർത്ത് അമേരിക്കയിലത്തെ പ്രീമിയറിൻ്റെ ഗ്രോസ് മാത്രം 2.9 മില്യണിലും കൂടുതലായിട്ടുണ്ട്. എന്തായാലും 150 ആ റേഞ്ചിൽ ഫസ്റ്റ് ഡേ കളക്ഷൻ നേടുന്നുള്ളതിനാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഈ പടം ഇറങ്ങാനായിട്ട് മുന്നായിട്ട് തന്നെ ശ്രീവല്ലിയും അതേമാതിരി പുഷ്പ എന്ന് എഴുതിയിട്ടുള്ള 2 ഡ്രസ്സ് ഇട്ടിട്ട് ലക്ഷ്മികാന്തനും അല്ലു അർജുൻ നിന്നിട്ടുള്ള ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഫഹദ് ഫാസിലിന്റെ രഞ്ജി പണിക്കർ എടുക്കുന്ന പടം ഗുഡ് വിൽ എന്റർടൈൻമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണ്. ആ പടത്തിന്റെ ഷൂട്ടിംഗ് മാർച്ചിൽ സ്റ്റാർട്ട് ആവുന്നുള്ളത് കൺഫേം ആയിട്ടുണ്ട്. അതൊരാൾ കമന്റായി ചോദിച്ചപ്പോൾ ജോബി ജോർജാണ് മാർച്ചിൽ തുടങ്ങുന്നുള്ള പറഞ്ഞിട്ടുള്ളത്. പിന്നെ വിടാമുയർച്ചി എന്ന് പറഞ്ഞിട്ടുള്ള അജിത് കുമാറിന്റെ പടം ജനുവരി 10 റിലീസാകുമെന്നുള്ളത് കൺഫേം ആയി. അതേമാതിരി പടത്തിലത്തെ ഒരു പാട്ടിന്റെ ഷൂട്ടിംഗ് ബാക്കിയുണ്ട്. അത് ഡിസംബർ 13 to 15 ഉള്ളിൽ തീർക്കും എന്നുള്ള പറഞ്ഞു കേൾക്കുന്നുണ്ട്. പിന്നെ ഏഷ്യൻ്റെ ടോക്സിക് എന്ന് പറഞ്ഞ പടത്തിൽ ഷാരൂഖ് ഖാൻ ഒരു ക്യാമിയോ ചെയ്യുന്നുള്ളത് മുന്നേ പറഞ്ഞു കേട്ടായിരുന്നു. അത് ഏകദേശം കൺഫേം ആയ രീതിയിലൊക്കെ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ യശ് ഷാരൂഖ് ഖാനെ കാണാൻ പോയി എന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും വന്നു കഴിഞ്ഞാൽ പൊളിക്കും. പിന്നെ വാടിവാസൽ എന്ന് പറഞ്ഞിട്ടുള്ള വെട്രിമാരെടുക്കുന്ന സൂര്യ അഭിനയിക്കുന്ന പടം, ആ പടത്തിന്റെ ഷൂട്ടിംഗ് ഏപ്രിൽ 2025 ആ സമയത്തൊക്കെ സ്റ്റാർട്ട് ആവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ഫെബ്രുവരി 2025 ഷൂട്ട് സ്റ്റാർട്ട് ആവുമെന്നുള്ളതാണ്. എന്തായാലും വരട്ടെ, കുറേ കാലമായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു പ്രൊജക്റ്റാണത്. പിന്നെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മമ്മൂട്ടിയുടെ പടം, മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണ്. ആ പടത്തിന്റെ ടീച്ചർ വരും എന്ന് പറഞ്ഞത് അത് വന്നിട്ടുണ്ട്. ടീച്ചർ വലിയ ഗുമ്മായിട്ടൊന്നും നമുക്ക് തോന്നിയില്ല, ജസ്റ്റ് ഒരു കാര്യം ഇങ്ങനെ പറയുന്ന പോലെ അത്രേ ഉള്ളൂ. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും താഴെ അഭിപ്രായം പറയുക. പൊതുവെ വലിയ പ്രതീക്ഷയില്ലാത്ത പടമാണ്, പക്ഷെ മമ്മൂട്ടി കമ്പനി ആയതുകൊണ്ട് ചെറിയ പ്രതീക്ഷ ഉണ്ടെന്നു. എന്തായാലും 1 മില്യൺ പ്ലസ് വ്യൂസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ടീച്ചറിന്റെ. ടീച്ചറിലാകെ കൂടിയിട്ട് ഗോകുൽ സുരേഷിനും മമ്മൂട്ടിനും മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇതൊരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ രീതിയിൽ വരുന്ന പടമാണ്. പിന്നെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞ പടത്തിന്റെ ഒഫീഷ്യൽ ടീച്ചർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ടോവിനോ തോമസ്, തൃഷ, വിനയ് റായ് ഇവരൊക്കെ അഭിനയിക്കുന്ന പടമാണ്. ഇതിന്റെ 2 പോസ്റ്റർ വന്നിട്ടുള്ള ഒഫീഷ്യൽ ടീച്ചർ എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ ടീച്ചർ എന്തായാലും 1 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 2 പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്, ഒരു ഗ്രേ ഷെയ്ഡിലും റെഡ് ഷെയ്ഡിലും ആയിട്ട്. പിന്നെ ഈ പടത്തിലത്തെ ഓരോരുത്തരുടെ ക്യാരക്ടർ പോസ്റ്റേഴ്സ് വന്നിരുന്നു. അതിലത്തെ തൃശ്ശയുടെ പേര് അലീഷ എന്നുള്ളതാണെന്ന് കൊടുത്തിട്ടുണ്ട്. ടീച്ചർ ഔട്ട് നൗ എന്നുള്ള രീതിയിലും കൊടുത്തിട്ടാണ് പോസ്റ്റേഴ്സ് ഒക്കെ ഇറക്കിയിട്ടുള്ളത്. പിന്നെ ടോവിനോ തോമസിന്റെ പേര് ഹരൺ ശങ്കർ എന്നുള്ളതാണെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ വിനയ് റായുടെ പേര് അലൻ എന്നുള്ളതാണെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ മണ്ടീര ബെഡി എന്ന് പറഞ്ഞ ആളുടെ പേര് സുപ്രിയ എന്നുള്ളതാണെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ തലവതി ഈയിടെ 69ാമത്തോടായിട്ടുള്ള തലവതി 69 എച്ച് വിനോദം എടുക്കുന്ന പടമാണ്. അതിന്റെ ഫസ്റ്റ് ലുക്ക് ഈ ന്യൂ ഇയറിന് ഉണ്ടാവും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഡിസംബർ 31 5 മണിക്ക് വരും എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വിലകൊണ്ട് ലുക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.